ന്യൂറാലിങ്ക് ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പുതു സംവിധാനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി സാങ്കേതിക ലോകത്ത് പുതുപുത്തൻ ആശയങ്ങളുമായി മാത്രം എത്തുന്ന സംരംഭകനാണ് ഇലോൺ മസ്ക്. ബഹിരാകാശ പര്യവേക്ഷണത്തിൽ വിസ്മയകരമായ മുന്നേറ്റം നടത്തിയ സ്പേസ് എക്സും ഇലക്ട്രിക് കാറായ ടെസ്ലയും എത്ര പെട്ടെന്നാണ് ലോകശ്രദ്ധ നേടിയതെന്ന് പറയേണ്ടതില്ലല്ലോ. പുതിയൊരു സംരംഭവുമായി മസ്ക് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്ക് എന്ന പുതിയ സംവിധാനമാണിത്. ഒന്നിന്റെ പ്രവർത്തനം മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് മസ്കിന്റെ പുതിയ ന്യൂറാലിങ്ക് കോർപ്പ്. ബ്രെയിൻ ഇന്റർഫേസ് ടെക് കമ്പനിയായ ന്യൂറാലിങ്ക് മസ്ക് ആരംഭിക്കുന്നത് 2016-ലാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാൻ ന്യൂറാലിങ്കിന് സാധിച്ചിട്ടുണ്ട്. അതിലൊരു നേട്ടം വളരെയധികം ജനശ്രദ്ധ നേടിയ ഒന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പേജർ എന്നു പേരുള്ള ഒരു കുരങ്ങനെ കുറിച്ച്. തലയിൽ 2 സ്ഥാപിച്ച ന്യൂറാലിങ്ക് ചിപ്പുകളുടെ സഹായത്താൽ പേജർ മിൻപോങ് ഗെയിം കളിച്ചത് വാർത്തയായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് നടന്നുവരുന്ന പരീക്ഷണങ്ങളുമായി ചേർന്നു പോകുന്ന തരത്തിലായിരിക്കും ന്യൂറാലിങ്കിന്റെ പ്രവർത്തനം. പലതരത്തിലുള്ള രോഗങ്ങളാലും മറ്റും മസ്തിഷ്കം തകരാറിലായവർക്കാണ് ഈ ചിപ്പ് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള സാധ്യതയാണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ? തലച്ചോറിന്റെ പ്രവർത്തനം പുറത്തുള്ള കമ്പ്യൂട്ടറിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധിപ്പിച്ച് മെച്ചപ്പെട്ട റിസൾട്ട് നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ന്യൂറാലിങ്ക് എന്നത് ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ BCI ആണ്. തലച്ചോറിനുള്ളിൽ ഇത് ഘടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ നടത്തുന്നത് റോബോട്ടുകളായിരിക്കും. നേർത്ത വയറുകൾ തലച്ചോറിനുള്ളിൽ വയ്ക്കും. മനുഷ്യ മനസ്സിന്റെ പല പരിമിതികളെയും മറികടക്കാൻ ഇതിലൂടെ സാധിച്ചേക്കും. എന്നാൽ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്ക് നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കാനുമായേക്കാം. ന്യൂറാലിങ്കിന്റെ മനുഷ്യരുടെ മേലുള്ള പരീക്ഷണം ഈ വർഷം തന്നെ തുടങ്ങുമെന്ന പ്രഖ്യാപനം ശാസ്ത്രലോകത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. അനേകം രോഗികൾക്ക് ആശ്വാസമായേക്കാവുന്ന ന്യൂറാലിങ്ക് 4 വർഷത്തിനുള്ളിൽ ഉപയോഗപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഒരിക്കലും പ്രായോഗികമല്ലെന്നും സംഭവിക്കില്ലെന്നും ലോകം കരുതിയ പല ലക്ഷ്യങ്ങളും നേടിയിട്ടുള്ള ഇലോൺ മസ്ക് 2022-ൽ ന്യൂറാലിങ്ക് മനുഷ്യരിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.